രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കട്ടെ. ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. പക്ഷേ എനിക്ക് ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓടി അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇഡ്ഡലി കടിച്ച് വെച്ചതൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാമ്പാറുമാണ്. ഇന്ന് വന്നിട്ടൊരു സൺഡേ ആണ്. പക്ഷേ ഈ സൺഡേ ചെറിയൊരു സ്പെഷ്യലുണ്ട്. ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പക്ഷേ നമ്മൾ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ കട്ടിങ് ഒന്നും തന്നെയില്ല. പപ്പ മരിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ള കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഓർത്ത് ചേട്ടന് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചേട്ടന് മാത്രമല്ല കേട്ടോ, ഈഫക്കും എനിക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇഡ്ഡലി സാമ്പാർ തന്നെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ പണിയിലേക്ക് കടന്നു കേട്ടോ. കാരണം ഇന്ന് വന്നിട്ട് സൺഡേ ആണ്. ഇവർക്ക് സൺഡേ ക്ലാസ്സിനും കാര്യങ്ങൾക്കൊക്കെ 7-7:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ തന്നെ പോകണം കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ തീരണമെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഉണ്ടാ അടിച്ചൊക്കെ വെച്ചത് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അടിച്ച കല്ല് പോലെ ഇരിക്കും. ഗുഡ് മോർണിംഗ് പറ. ഇന്ന് അപ്പോൾ നമുക്ക് ഡാഡിനെ വിഷ് ചെയ്യാം. പീഫ എന്താ ചെയ്യാൻ പോണേ? നമുക്ക് ഇവിടെ നിന്ന് എവിടെയെന്നെങ്കിലും ഫ്ലവർ പറിക്കാം. എൻ്റെ ഡാഡി കൊണ്ടേ കൊടുക്കാം. അപ്പോൾ അതെ, ഇന്ന് ഈഫിനെ കൊണ്ട് ഞാൻ കുഞ്ഞ് ഫ്ലവറും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഈഫ് അതേപോലെ തന്നെ കുഞ്ഞ് കാർഡും കാര്യങ്ങളൊക്കെ തലേ ദിവസം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ഫ്ലവറും ഒക്കെ കൂടെ ഈ ചേട്ടനെ കൊണ്ടേ കൊടുക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, കേക്ക് കട്ട് ചെയ്യാറുണ്ട്, എവിടെയെങ്കിലും പോവാറുണ്ട്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ പോകും. അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഇന്ന് വരെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളിൽ ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് പോലും ഞാൻ കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം എനിക്ക് ഒറ്റയ്ക്ക് പോയി വാങ്ങാൻ ടൈം കിട്ടിയില്ല, ഒറ്റയ്ക്കേ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒട്ടും തന്നെ പുറത്തേക്കേ പോകാൻ പറ്റിയിട്ടില്ല. കൂടെ എവിടെ പോകണമെങ്കിലും ചേട്ടനും കൂടെ ഉണ്ടാവണതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും വാങ്ങാനോ കൊടുക്കാനോ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ നിൽക്കുകയാണ്. എന്നാലും ഞാൻ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത ആളത് 2 പേരും കൂടെ പള്ളിയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പം തൊട്ട് സൺഡേ കെയറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ മാതളം. അപ്പം മഴയൊക്കെ പെയ്തപ്പോൾ അതെ ഒരെണ്ണം താഴെ വീണല്ലേ, പൊട്ടിച്ചെടുത്തതാണ്. ഇച്ചിരി വലുതായിരിക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടാവുമോ എന്തായിരിക്കും അവസ്ഥയെന്നറിയാൻ വേണ്ടി എടുത്തത്. പക്ഷേ ഭയങ്കര മധുരമായിരുന്നു, നല്ല മധുരവും അതിന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആയിട്ടോ. പിന്നെ നോർമൽ ആസ് യൂഷ്വൽ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ പോണത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡ്രാമയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നില്ലേ അപ്പുറത്തെ വീട്ടിലേക്കാണ്. അപ്പം ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ വികൂട്ടം കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തരുവാണ്ട്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ എല്ലാവരും ഇങ്ങനെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങോട്ടേക്കാണ് സ്വീറ്റ്സ് കൊടുക്കേണ്ടത്, ഇങ്ങോട്ടേക്കാണ് കിട്ടിയേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം കേക്കും കട്ടിങ്ങൊക്കെ വയ്ക്കാമെന്നൊക്കെ ഓർത്തിട്ടോ, പിന്നെ വേണ്ടാന്ന് വെച്ചോട്ടോ. അപ്പോൾ അതെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ചോക്ലേറ്റും കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ കഴിഞ്ഞ ഡ്രാമേനെ പറ്റി പറയുകയാണെങ്കിൽ സ്കിറ്റ് മ്യൂസിക്കൽ ഡ്രാമയാണ് കേട്ടോ ചെയ്തത്. അത് അടിപൊളിയായിരുന്നു. നമ്മൾ അവസാന നിമിഷം കൊണ്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങോട്ടേക്കാന്ന് ശരിക്കും അവസാനം തന്നെയാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നല്ല പ്രാക്ടീസ് ചെയ്ത പോലെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഈ ടീം വർക്ക് എല്ലാവരും അതേപോലെ കട്ടൊക്കെ കൂടെ നിന്നിട്ടോ. ആ ഒരു ലാസ്റ്റ് ടൈം ആണെങ്കിലും ഭയങ്കര സിൻസിയറായിട്ടാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്തതും സ്റ്റേജിൽ കയറിയതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹസമ്മാനം എന്നുള്ള രീതിയിൽ നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ വക എല്ലാവർക്കും ചെറിയൊരു ഫുഡ് കാര്യങ്ങളപ്പോൾ വെള്ളയപ്പം ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി, എല്ലാവരും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അതേ ഇത് കാണിക്കുന്നതന്നെ എന്നെ എടുത്ത് വിളിച്ച് കാട്ടുവാണ് കേട്ടോ. അപ്പോൾ ഏബിക്കുട്ടൻ്റെ നന്നായിട്ട് വരക്കോട്ടോ. അപ്പോൾ ഈഫ വെറുതെ അവിടെ നിന്ന് അപ്പോൾ ഈഫന ജസ്റ്റ് ഒന്ന് ഫോണിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വരക്കണേന്ന് കേട്ടോ. അപ്പോൾ നല്ലപോലെ വരക്കും, ഓരോ പിക്ചറും കാര്യങ്ങളൊക്കെ കണ്ടാൽ. അപ്പോൾ ഈഫ അതൊക്കെ അവിടെ എല്ലാവരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുവാണെന്ന് കേട്ടോ. ഈ പിക്ചർ നല്ലോണം വരക്കും എന്നൊക്കെ. അപ്പോൾ അതിനപ്പോൾ ഈഫതേ വെള്ളയപ്പം കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ എല്ലാവരും കൂടെയൊക്കെ
ഒരുമിച്ചിരുന്ന് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ വന്നിരുന്ന്. ഞാൻ മാരേജ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒരു മീറ്റപ്പ്, നല്ല യങ്സ്റ്റേഴ്സ് ഇത്രയും പേരൊക്കെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ആക്റ്റീവായിട്ടുള്ള കുറേ പേരുണ്ടെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു, എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വരുന്നവരായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ചേട്ടനെ എല്ലാവരും താങ്ക്സ് പറയുവാണ്. അതേപോലെ തന്നെ അവിടെ നിന്ന് ഓരോരുത്തർക്കും ചേട്ടൻ താങ്ക്സ് പറയായിരുന്നു. പിന്നെ ഇനിയും നമുക്ക് ഇത് വേറൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. ഇനിയും എങ്ങനെയൊക്കെ ഇത് ബെറ്റർ ആക്കാം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ ഓരോന്നൊക്കെ പറയായിരുന്നു. പിന്നെ അതേ ചേട്ടൻ എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്ത് നിൽക്കുക. അത് ഈഫ പറഞ്ഞ് വിഷയിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് ഇനിയിപ്പോൾ നാളെ മോർണിംഗ് ഈഫനെ സ്കൂളിൽ വിടണം. ടെക്സ്റ്റ് ബുക്കെല്ലാം ഞാൻ ഓൾറെഡി കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ. ഇനി നോട്ട്ബുക്കും കാര്യങ്ങളും കൂടെയൊക്കെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴും മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്ന വേറെ ഒന്നുമല്ല, കറണ്ട് പോയി. കറക്റ്റായിട്ട് ആ ടൈമിൽ കറണ്ട് പോയി. പക്ഷേ ഇനി കറണ്ട് വരാൻ വെയിറ്റ് ചെയ്ത് നിന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പോൾ തന്നെ നല്ലപോലെ ലേറ്റായിട്ട് ഇനി ഈഫ കുളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല, കളിച്ചൊക്കെ നടക്കുമായിരുന്നു. അവളെയും കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കിടത്തണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ ഇരുന്ന് എല്ലാം കവർ ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ റിയം എന്നെ ഹെൽപ്പ് ചെയ്ത് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് തരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതേപ്പോൾ എല്ലാം കവർ ചെയ്തൊക്കെ കഴിഞ്ഞു. ഞാൻ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്ക് വേണ്ട. അപ്പോൾ ഞാൻ കുഞ്ഞിൽ ഞാൻ തന്നെയാണ് കേട്ടോ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈഫയുടെ ഇത് വന്നപ്പോൾ ഒട്ടും തന്നെ പ്രയാസമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് കവർ ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാമെന്നാലും ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും, ഒരു പേപ്പറൊക്കെ കളയേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ചെയ്ത് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കണം, ഇനി എത്ര വർഷമാണ് ഈഫ് ഇനി 10th ആവണം വരെയൊക്കെ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരുപാട് വർഷങ്ങൾ ഈഫൊക്കെ ഇങ്ങനെ എല്ലാ ജൂണിലും കവർ ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തിക്കണ്ട. അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാനിങ്ങനെ കവർ ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പുതിയത് ഈ പ്രാവശ്യവും നമുക്ക് ഫ്രീ ആയിട്ടും ബാഗിനെ കൂടെയൊക്കെ കിട്ടിയോണ്ട് അതൊക്കെയും ഉണ്ടായി കേട്ടോ. അപ്പോൾ പുതിയതൊക്കെ തന്നെയാണ് ഞാൻ എല്ലാത്തിലും ഒട്ടിച്ചു കൊടുത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി മെയിനായിട്ടുള്ള ചടങ്ങല്ലേ ഈ പേരിൽ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ബുക്കിൽ ഇങ്ങനെ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൽ പേര് എഴുതാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ കവർ ചെയ്യാൻ അത്ര വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെയാണ് ഒറ്റക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഈ പ്രാവശ്യം ഞാൻ ഒറ്റക്കൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എനിക്ക് റിയനോട് കുറച്ച് വീഡിയോ എടുത്താടി എന്ന് പറയുമ്പോൾ അവളത് എനിക്ക് എടുത്തൊന്നിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നീണ്ട കുറേ നേരത്തിന് ശേഷം കവറിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് പേരും കാര്യങ്ങളും കൂടെയൊക്കെ എഴുതിയാൽ അതൊക്കെ എല്ലാം നാളെ തന്നെ നമുക്ക് മൺഡേ തന്നെ എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ കൊടുത്തു വിടണം കേട്ടോ. അപ്പോൾ ഒരുപാട് നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഉണ്ട് കേട്ടോ UKG ഇവർക്ക്. അപ്പോൾ അത് എഴുതി ലാസ്റ്റിൻ്റെ കൈ വേദന എടുത്തെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മളും പേനയൊക്കെ പിടിച്ചിട്ട് കുറേ നാളായില്ലേ, അതിൻ്റെ ഒരു ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈഫാണെങ്കിൽ ഞാൻ എന്താ എഴുതണേന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ആൾക്ക് എഴുതണം, ആൾക്ക് ഒട്ടിക്കണം, ആൾക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ആശയങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇത് ഞാൻ നോക്കി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നാളെ മോർണിംഗ് തന്നെ നമുക്ക് പോകേണ്ടതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാം തീർത്ത് വെച്ചാൽ ഇനി ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് ബാഗിലാക്കി വെക്കാമെന്ന് ഓർത്തിട്ടോ. പക്ഷെ ഞാൻ ബാഗിലാക്കി വെച്ചിട്ടില്ല, അവിടെ തന്നെ വെച്ചേക്കുവാണ്. ഇനി മോർണിംഗ് എണീറ്റിട്ട് വേണം എല്ലാം ബാഗിലേക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഫ്രണ്ട്സിനെ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ആ ഒരു ടൈമിൽ ഞാൻ വേഗം ഇത് എഴുതി തീർത്തിട്ട് ഇനി ഈഫൊക്കെ ഫുഡ് കൊടുക്കാനുണ്ട്. അങ്ങനെ റെഡിയായി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അത് ഈഫയുടെ പേരൊക്കെ എഴുതുവാണ്. ലിസീഫ ജൂസ് UKG. സബ്ജക്റ്റ് ഞാൻ എഴുതുന്നില്ല കേട്ടോ. അതിപ്പോൾ നോക്കിയിട്ടൊക്കെ തന്നെ എഴുതണം. ടീച്ചേഴ്സ് തന്നെ എഴുതിക്കോളൂ കേട്ടോ. പിന്നെ നോട്ട്ബുക്കും ഏതിൻ്റെയൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ, അത് ആ ടൈമിൽ നമുക്ക് എഴുതാവേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. അപ്പോൾ അത് ഇത്രയും നോട്ട്ബുക്സും ഇത്രയും ടെക്സ്റ്റ് ബുക്കും ഉണ്ട് കേട്ടോ UKG. എനിക്കൊക്കെ ഇതിൻ്റെ പകുതി പോലും ഉണ്ടായില്ലെന്ന് തോന്നുന്നു ആ ഒരു ടൈമിൽ. അത് കഴിഞ്ഞ് ബാഗിലും ഷൂസിലും ബോട്ടിലും ഒക്കെ പേര് എഴുതാൻ വേണ്ടി മാർക്കറും വൈറ്റ്നറും ഒക്കെ നോക്കിയപ്പോഴാണ് സംഭവം അതിലൊന്നും തെളിയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ്, പക്ഷേ യൂസ് ചെയ്തിട്ടില്ല. എന്നാലും ഇത്രയും നാൾ യൂസ് ചെയ്യാതിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും തെളിയണില്ല. അപ്പം ഈ ഒരു ഭയങ്കര ലേറ്റായിട്ടാണ് ചേട്ടൻ വന്നപ്പോഴും ഇത് ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആ ഒരു ടൈം അടുത്തായി. അപ്പോൾ ഈ സമയത്ത് എവിടെ കിട്ടാനാന്ന് ഓർത്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ എന്തായാലും ഒരു റൈഡിന് പോവാം, ആ സമയത്ത് നമുക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നും കൂടെ നോക്കാമെന്ന് ഓർത്ത് തപ്പി ഞങ്ങൾ ലാസ്റ്റ് മെഡിക്കൽ ട്രസ്റ്റിൻ്റെയൊക്കെ നമ്മുടെ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക ഷോപ്പുകളിലും ഈ ഒരു ടൈമിലും ഉണ്ടാട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല മാർക്കറും വൈറ്റ്നറൊക്കെ ഇവിടെ കിട്ടും എന്ന് ഓർത്തില്ല കേട്ടോ. അപ്പം
അത് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയേക്കാണ്. അപ്പോൾ ഞാൻ കാറ് സൈഡിലോട്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കിട്ടുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷയില്ല, പക്ഷേ കിട്ടി. അപ്പോൾ ചേട്ടനപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വരുന്നു കിട്ടി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങാടേക്ക് കാർ എടുത്തോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എനിക്കൊരു ക്രേവിങ്സ് പോലെ കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഇപ്പോൾ പാനിപ്പൂരിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് തുടങ്ങി. ഇത്രയും നേരം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇനി ഒരു അടിപൊളി മഴക്കുള്ള സാധ്യത, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇതും കൂടെ കഴിച്ചിട്ട് പോകാം പറഞ്ഞ് ഞങ്ങൾ നേരത്തെ നമ്മുടെ എറണാകുളത്ത് ചാത്തിയാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക കാര്യങ്ങളും എറണാകുളത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇങ്ങനത്തെ നൈറ്റാണെങ്കിൽ ഇങ്ങനത്തെ കടകളൊക്കെ ഓപ്പൺ ആവുന്നത്. ജ്യൂസ് കടയുണ്ട്, പാനിപ്പൂരി, ബജ്ജി, മോമോസ്, അങ്ങനെയൊക്കെ മിക്ക സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. എനിക്കാണെങ്കിൽ കുറേ നാളായി ഞാനപ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കാൻ നിർത്തിട്ട്, പിന്നെ ഈ വീഡിയോ കാണും ബീഫ് കരുതൊട്ട് ബീഫിനെ കൂട്ടിയില്ലാന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ഉറക്കത്തിലായിപ്പോൾ കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ട നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടും ഉണ്ടായില്ല. രാത്രി നമ്മൾ അവിടെ നിന്ന് കഴിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നല്ല ടേസ്റ്റും ഉണ്ടായിട്ടോ. ആ ടൈമിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടനും ആർക്കും ഈ ഫെയിമില്ലല്ലോ, ആർക്കും വേണ്ടാത്തതുകൊണ്ട് ആ ഒരു പ്ലേറ്റ് ഫുള്ള് എനിക്ക് കിട്ടി. എപ്പോഴും അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ ഞാനത് ഫുള്ളും കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സമയമാണ് നിങ്ങൾ ഈ കാണുന്നതാണ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് സ്റ്റേഷനറി കട പോലെ. അപ്പോൾ ഞാൻ അവിടെ ബ്ലാക്ക് കളറിലെ ബുഷ് ഉണ്ടോ നോക്കണേ ടീഫൊക്കെ സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡേ ഇങ്ങനെ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവരും പേഴ്സണലി കമൻറ്റ് ചെയ്യാണ്ട്, ഇപ്പോൾ എന്നെ അറിയുന്നവരാണെങ്കിൽ പോലും പേഴ്സണലി കമൻറ്റ് ചെയ്യാതെ ഒന്ന് വീഡിയോ തന്നെയൊക്കെ കമൻറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.